എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയല്ലോ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പുട്ടാണ്. അത് ഗോതമ്പ് പൊടി വെച്ചുള്ള പുട്ടാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി വെച്ചുള്ള പുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച പുട്ടിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നെല്ലറയുടെ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും വാങ്ങാം. അപ്പോൾ നിങ്ങൾ ഏത് കമ്പനിയുടെ സെലക്ട് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റയൊരു കാര്യമാണ്, നമ്മൾ ആ കവറിൽ ഇങ്ങനെ പിടിച്ചൊന്ന് നോക്കുക. പൊടി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ പൊടി. അങ്ങനെ നമ്മൾ പിടിച്ചു നോക്കുന്ന സമയത്ത് ഒരു തരിതരിപ്പുള്ള പൊടിയാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കി വാങ്ങുക. അങ്ങനെയുള്ള പൊടിയിൽ നമുക്ക് ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കിയാൽ നല്ല നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ പുട്ട് കഴിക്കാൻ തന്നെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് കമ്പനിയുടെ വേണം നമുക്ക് വാങ്ങാം. അതെല്ലാം നമ്മൾ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കുകയാണെങ്കിൽ അത്രയും കൂടി ശരിയാവത്തില്ല. കാരണം പിന്നെ പൊടി നമ്മളെടുത്ത് വറുത്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോഴും ആ പൊടി അങ്ങ് നല്ല നൈസായിട്ടുള്ള പൊടിയല്ല. അതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയിലുണ്ടാകുമ്പോൾ ഭയങ്കര നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പൊടിയാണ് നമുക്ക് ആവശ്യം. ഒരു ചെറിയൊരു തരിതരിപ്പോടുകൂടിയ പൊടി. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആ പൊടി ഇട്ടതാണ്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കണ്ടില്ലേ, നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരണ്ടുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ ഒരു തരിതരിപ്പായിട്ടുണ്ടാവണം. എന്നാലേ നമുക്ക് പുട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ പണ്ടൊക്കെ നാട്ടിൽ നമ്മുടെ അരിയുടെ പുട്ടുണ്ടാക്കാൻ വേണ്ടി അരി സാധനം നമ്മൾ പൊടിക്കാറുണ്ട്. ആ സമയത്ത് പുട്ടിന് വേണ്ടിയാണ് നമ്മൾ പൊടിക്കുന്നതെങ്കിൽ തന്നെ നമ്മൾ അരി ഇടയുന്ന സമയത്ത് തന്നെ ഇച്ചിരി വലിയ കണ്ണമുള്ള അരിപ്പയുണ്ടല്ലോ അത് വെച്ചാണ് നമ്മൾ ഇടുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ നല്ല ഫൈനായിട്ടല്ല നമുക്ക് ഈ പൊടി വേണ്ട, ജസ്റ്റ് ഒരു തരിതരിപ്പ് വേണം നമ്മുടെ പുട്ടിന്, എന്നാലേ നമ്മുടെ പുട്ട് ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾ എപ്പോഴും ഒന്നുകിൽ നമ്മുടെ കൈ വെച്ചോ അതല്ലെങ്കിൽ നമ്മുടെ സ്പൂണ് വെച്ചോ നന്നായിട്ട് ആ പൊടിയുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എപ്പോഴും നമ്മൾ പുട്ട് നനയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോഴും ഒക്കെ നമ്മൾ പൊടിയുമായിട്ട് നമ്മുടെ ഉപ്പ് മിക്സ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പൊടിയുടെ പുറത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ കൈ കൊണ്ടോ അതുപോലെ സ്പൂണ് വെച്ചോ നല്ലതുപോലെ നമ്മൾക്ക് ഞെരടി അത് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും കിട്ടണം. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ എല്ലാ പൊടിയിലേക്കും നമ്മുടെ ഉപ്പ് നല്ല ഈവനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പൊടി കണ്ടില്ല നന്നായിട്ട് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പയെ വെച്ച് ഇടഞ്ഞിട്ട് പൊടിയും ഉപ്പും കൂടെ ഇടഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ ഈ തരി ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ നമ്മുടെ അരിപ്പയിൽ കൂടെ ഇടയിച്ചിട്ട് പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഉപ്പ് കിട്ടും. ഇനി നമുക്ക് പുട്ട് നനയ്ക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും പുട്ട് നനയ്ക്കുക. എന്നാൽ അറിയാൻ മേലാത്തവർക്കായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നമ്മുടെ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം മതി കേട്ടോ. ചൂടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട, സാധാരണ വെള്ളം ഒഴിക്കുക. നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുടയുക. എന്നിട്ട് നമ്മുടെ വിരലുകൾ വെച്ച് ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ നമ്മൾ എല്ലാ വെള്ളം കൂടെ ഒന്നിച്ച് ഒഴിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പുട്ട് ശരിക്കും കിട്ടത്തില്ല. ആ പൊടി അങ്ങ് ഒരുപാട് വെള്ളമായിപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേശ്ശെയായിട്ട്, അതെല്ലാം നിങ്ങളുടെ ഇങ്ങനെ ഒഴിക്കാൻ പാടാണെങ്കിൽ ഓരോ സ്പൂൺ വെച്ച് ഒഴിച്ച് അതും കയ്യിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കുടഞ്ഞിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമ്മൾക്ക് ഇതേപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മളെപ്പോഴും അതിൻ്റെ കട്ട ഉടച്ചുടച്ച് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ കട്ട ഉടച്ചുടച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഏകദേശം 2 അല്ല 3 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുമെങ്കിൽ നല്ലതായിട്ട് നമ്മുടെ പുട്ടുപൊടി നമുക്ക് നനച്ചെടുക്കാൻ വേണ്ടി പറ്റും. പുട്ടുപൊടി നല്ലതുപോലെ നനഞ്ഞു എന്നറിയാൻ വേണ്ടി മനസ്സിലാക്കുന്നത് ഇതേപോലെയാണ്. ജസ്റ്റ് പൊടി എടുത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നന്നായിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പുട്ടുപൊടി നല്ല രീതിയിൽ തന്നെ നനഞ്ഞു എന്നുള്ളത്. ഇതേപോലെ പുട്ടുപൊടി ആയി വരും. ഇനി നമുക്ക് എന്തെങ്കിലും കട്ട ബാലൻസ് ഉണ്ടോ നോക്കാം. എന്നിട്ട് നമുക്കിതുപോലെ കൈയിട്ട് ആ കുഞ്ഞു കട്ടകളും നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ കട്ടകൾ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് നല്ല വൃത്തിയായിട്ട് വരത്തില്ല. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് തന്നെ പൊടി നനച്ചെടുക്കുമ്പോഴേ നമ്മുടെ നല്ല വൃത്തിയായിട്ടുള്ളൊരു പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിതുപോലെ കട്ടകളെല്ലാം ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും കട്ട ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയാൽ മതി. ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ തന്നെ മുകളിലോട്ട് എല്ലാ കട്ടകളും വരും. അപ്പോൾ നമുക്കതങ്ങ് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുട്ട് നനയ്ക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് പുട്ടുവെള്ളത്തിലെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പുട്ടുവെള്ളമാണോ അതുപോലെ കുക്കറാണോ? കുക്കറിനകത്ത് ഉണ്ടാക്കത്തില്ല നമ്മൾ. കുക്കറിൻ്റെ മുകളിലെ ആ വിസിൽ മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ടൈപ്പ് പുട്ടുവെള്ളം ഉണ്ടല്ലോ, ആ ടൈപ്പാണോ? എന്തായാലും നമ്മൾ വെള്ളം ചൂടാകാൻ വേണ്ടി വയ്ക്കുക. ആ സമയത്തേക്ക് ജസ്റ്റ് 1-2 മിനിറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ വെള്ളം നന്നായിട്ട് തിളച്ച് വരും. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. ആ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആദ്യം തേങ്ങ ഇടുക, പിന്നെ പൊടി ഇടുക,
പിന്നെ നമ്മൾ ലെയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എത്ര ലെയർ എന്ന് വെച്ചാൽ അതും അനുസരിച്ച് കുറച്ച് തേങ്ങ ഇടുക, പിന്നെ പൊടി ഇടുക, പിന്നെ തേങ്ങ ഇടുക, പൊടി ഇടുക, അങ്ങനെ നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അത്രയും ലെയറായിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ 2 ലെയർ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ നിങ്ങൾ പുട്ടുപൊടി ഇടുന്ന സമയത്ത് ഇങ്ങനെ പ്രസ് ചെയ്യരുത് പുട്ടുപൊടി. അങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ആവി അടിയിൽ നിന്നാണല്ലോ ആവി വരുന്നത്, അത് മുകളിലേക്ക് എത്തത്തില്ല. അങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ പുട്ടുപൊടി പുട്ടിങ്ങനെ മുകളിലേക്ക് പൊങ്ങി പുറത്ത് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും പുട്ടുപൊടി ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കില്ല, ജസ്റ്റ് അങ്ങനെ ലൂസായിട്ട് അങ്ങ് ഇടുകയും ചെയ്യാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കുറ്റിയിലേക്ക് നമ്മുടെ പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, ആ ടൈപ്പാണ് എൻ്റെ പുട്ടുകുറ്റി. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആവി ആയി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിന് നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും പുട്ടുണ്ടാക്കാൻ വേണ്ടി അറിയാം. എന്നാലും നമ്മൾ ജസ്റ്റ് 2-3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. പുട്ടുപൊടി എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ പുട്ട് നനയ്ക്കുന്ന സമയത്ത് ആ തരികളൊന്നും ഇല്ലാണ്ട്, അത് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ പുട്ട് നനയ്ക്കുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.